Dear students, welcome to EC Math Online Learning Academy. I am Babu. നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത് കേരള PSC നടത്തുന്ന HSA മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെ BSc മാത്തമാറ്റിക്സ് കോഴ്സിലെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ BSc മാത്തമാറ്റിക്സ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും BSc മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് കോംപ്ലിമെന്ററി കോഴ്സ് പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാം കൂടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഈ HSA മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് നിലവിലുള്ളത്. മത്സര പരീക്ഷ എന്നുള്ള നിലയിൽ ഇതിൽ മുന്നിലേക്ക് വരിക എന്നുള്ളത് ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ആവശ്യമാണ്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് കഴിയുന്നത്ര ഹാർഡ് വർക്ക് ചെയ്ത് മുന്നിലേക്ക് കയറുക എന്നുള്ളതാണ് എല്ലാ മത്സര പരീക്ഷ പോലെ തന്നെ ഇതിലും സ്വീകരിക്കേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു മത്സരത്തിന് തയ്യാറെടുക്കുമ്പോൾ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ 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 അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ BSc പഠിച്ച് വർഷങ്ങൾ കഴിഞ്ഞവരുണ്ടായിരിക്കാം, ഇപ്പൊ പഠിച്ചിട്ട് ഇറങ്ങുന്ന കുട്ടികൾ കാണും. അപ്പൊ ഇവര് BSc B.Ed കഴിഞ്ഞ് ഇപ്പൊ ജസ്റ്റ് പാസ് ഔട്ടായി വരുന്നവരും കുറെ വർഷം മുമ്പ് പഠിച്ചവരും എല്ലാം ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ ഓരോരുത്തരുടെയും പഠനം, അറിയാവുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ മറന്നുപോയതും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ ഇത് നിങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടാകും. അതെല്ലാം പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ കോച്ചിങ് ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് സപ്ലിമെന്ററി കോഴ്സായിട്ടാണ് BSc പഠിക്കുന്നത്. ആ സപ്ലിമെന്ററി കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സയൻസ് ബ്രാഞ്ചാണ്. അതിന് പല മേഖലകളിലും, സയൻസിലും മറ്റ് പല മേഖലകളിലും വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഉദാഹരണത്തിന് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റിംഗ്, ഇൻഡസ്ട്രി, കൊമേഴ്സ്, അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അത്രയ്ക്കത്തെ ആപ്ലിക്കേഷൻ ഉള്ള സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് 18, 19, 20 നൂറ്റാണ്ടുകളിലെ പ്രധാനപ്പെട്ട മാത്തമാറ്റീഷ്യന്മാരെയും സ്റ്റാറ്റിസ്റ്റിഷ്യന്മാരെയും ഒന്ന് പരിചയപ്പെടാം. അതായത് വളരെ കുറച്ചു പേരുടെ പേരുകളാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇതിൽ പലതും വളരെ പ്രധാനപ്പെട്ട പേരുകളായതുകൊണ്ടാണ് നമ്മളതൊന്ന് ലിസ്റ്റ് ചെയ്യുന്നത്. നോക്കിയേ, ഓയിലർ, കിഞ്ചിൻ, കോൾമോഗ്രോവ്, ബെർണോളി, ബേസ്. അപ്പൊ ഇവരെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടി വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഓയിലർ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ്. ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഗ്രാഫ് തിയറി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. മാത്തമാറ്റീഷ്യനാണ്. വളരെയധികം കോൺട്രിബ്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്സിന് നൽകിയിട്ടുണ്ട്. അതുപോലെ കിഞ്ചിൻ, കോൾമോഗ്രോവ്, ബെർണോളി, ബേസ് തിയറം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ബേസിന്റെ പേരിലുള്ള തിയറം. ബെർണോളിയുടെ പേര് തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ എന്നറിയപ്പെടും. പോയിന്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടും. ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ അത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത് ബെർണോളിയുടെ പേരിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ജെയിംസ് ബെർണോളി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്ന് പറയുന്നത്, ജെയിംസ് ബെർണോളി. അതേപോലെ ഗാൾട്ടൺ വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യനാണ് ഗാൾട്ടൺ എന്ന് പറയുന്നത്. ഗാൾട്ടന്റെ പ്രധാനപ്പെട്ട, അതായത് റിഗ്രഷൻ അനാലിസിസിലെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഗാൾട്ടന്റെ സമയത്താണ് വരുന്നത്. റിഗ്രഷൻ അനാലിസിന്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി വരുന്നത് ഗാൾട്ടന്റെ സമയത്താണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യനാണ് കാൾ പിയേഴ്സൺ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേരിലും അറിയപ്പെടുന്ന കുറെ മെഷേഴ്സ് ഉണ്ട്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്, അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഈ മെഷേഴ്സ് ഒക്കെ കാൾ പിയേഴ്സന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഒരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആയിട്ട് വരുന്ന, അസോസിയേഷൻ ആട്രിബ്യൂട്ട്സിന്റെ ടെസ്റ്റ് ആയിട്ട് വരുന്ന കൈ-സ്ക്വയർ ടെസ്റ്റ്. അതേപോലെ കൈ-സ്ക്വയർ ടെസ്റ്റ് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതൊരു വളരെ പ്രാധാന്യമുള്ളതാണ്. കൈ-സ്ക്വയർ ടെസ്റ്റ്, ഗ്രീക്ക് ആൽഫബറ്റ് കൈ-സ്ക്വയർ എന്നാണ്. കൈ-സ്ക്വയർ ടെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാൾ പിയേഴ്സൺ ആണ്.
അപ്പോൾ അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ CV എന്നുള്ള പേരിൽ അറിയപ്പെടും. അതായത് CV എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. അത് ഇദ്ദേഹമാണ് സജസ്റ്റ് ചെയ്യുന്നത്, കാൾ പിയേഴ്സൺ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്, അതെല്ലാം കാൾ പിയേഴ്സന്റെ പേര് അറിയപ്പെടുന്നതാണ്. അതുപോലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ലബോറട്ടറി തന്നെ ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാൾ പിയേഴ്സന്റെ സമയത്തുണ്ട്, അല്ലെ കാൾ പിയേഴ്സൺ നടത്തിയ കോൺട്രിബ്യൂഷന്റെ ഭാഗങ്ങളാണത്. അതിൽ വളരെ പ്രധാനപ്പെട്ട മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിലെ വളരെയധികം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് R.A. ഫിഷർ. അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരെന്ന് പറഞ്ഞാൽ റൊണാൾഡ് A. ഫിഷർ ആണ്. സർ റൊണാൾഡ് A. ഫിഷർ, അതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്ന് പറയുന്നത്. അപ്പോൾ സർ റൊണാൾഡ് A. ഫിഷർ സ്റ്റാറ്റിക്സിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതായത് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ബയോമെട്രി, അതുപോലെ സൈക്കോളജി, ഈ തുടങ്ങിയ മേഖലകളിലെല്ലാം സ്റ്റാറ്റിക്സ് അപ്ലൈ ചെയ്ത് ഇദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ സമഗ്രമായ സംഭാവനകളെ കണക്കിലെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിനെ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു വിശേഷണമാണ്. ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്, ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്. ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നുള്ള പേരിലാണ് R.A. ഫിഷർ അറിയപ്പെടുന്നത്. കൂടാതെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ വരുന്ന മേഖലകളാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്, അനോവ എന്നുള്ള പേര് അറിയപ്പെടും. അനാലിസിസ് ഓഫ് വേരിയൻസ് പോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ പോയിന്റ് എസ്റ്റിമേഷൻ, ഇന്റർവൽ എസ്റ്റിമേഷൻ, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. അപ്പോൾ R.A. ഫിഷർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ അധികം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് R.A. ഫിഷർ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ എന്നുള്ള രൂപത്തിൽ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കുക. ഇതിൽ പ്രത്യേകിച്ചും കാൾ പിയേഴ്സൺ, അതുപോലെ ഈ ഫിഷർ, ഇവരുടെ എല്ലാം കാര്യത്തിൽ പറഞ്ഞുള്ള പോയിന്റ്സ്, അതുപോലെ ബെർണോളി, അതുപോലെ ഗാൾട്ടൺ, ഇവരുടെ എല്ലാം കാര്യത്തിലുള്ള പോയിന്റ്സ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ രൂപത്തിൽ നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തതായി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷനിലേക്ക് പോവാം. സ്റ്റാറ്റിസ്റ്റിക്സിനെ രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് പ്ലൂറൽ സെൻസിലും സിംഗുലർ സെൻസിലും സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നുള്ള മീനിങ്ങിലാണ്. അതുപോലെ സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്നുള്ള മീനിങ്ങിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയും സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. അപ്പൊ നോക്കിയേ, പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് അറിയപ്പെടുന്ന എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, അതുപോലെ സിംഗുലർ സെൻസ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഏത് രീതിയിലുള്ള ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാം. ആ രൂപത്തിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതകളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ പല സ്റ്റാറ്റിസ്റ്റിഷ്യന്മാരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് ഹോറസ് സാക്രിസ്റ്റിന്റെ ഡെഫിനിഷൻ. പ്രൊഫസർ ഹോറസ് സാക്രിസ്റ്റിന്റെ ഡെഫിനിഷൻ പറയുന്നത്, statistics may be defined as the aggregate of facts affected in a marked extent by multiplicity of causes, numerically expressed, enumerated or estimated according to reasonable standard of accuracy, placed in relation to each other in a systematic manner for a predetermined purpose. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ഹോറസ് സാക്രിസ്റ്റിന്റെ ഡെഫിനിഷനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡെഫിനിഷനെ മോസ്റ്റ് കോംപ്രിഹെൻസീവ് ഡെഫിനിഷനായിട്ടാണ് അറിയപ്പെടുന്നത്. വളരെ സമഗ്രമായ ഒരു ഡെഫിനിഷനായിട്ടാണ് ഹോറസ് സാക്രിസ്റ്റിന്റെ ഡെഫിനിഷനെ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്കത് ഈ പറഞ്ഞ കാര്യം നമുക്കിവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഈ ഡെഫിനിഷൻ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വേർഡുകൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഡെഫിനിഷനകത്തുണ്ട്. ഈ ഡെഫിനിഷൻ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ
സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ക്ലിയർ പിക്ചറാണ് ഈ ഡെഫിനിഷൻ തരുന്നത്. അത് പറ്റുന്നവർക്ക് ഇത് വായിച്ചു നോക്കുന്നതല്ലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ ഇതുപോലെ പല സ്റ്റാറ്റിസ്റ്റിഷ്യന്മാർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ് ബോഡിംഗ്ടന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ബോഡിംഗ്ടൺ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിഷ്യന്റെ ഡെഫിനിഷൻ ഇദ്ദേഹം ഡിഫൈൻ ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദി സയൻസ് ഓഫ് എസ്റ്റിമേറ്റ്സ് ആൻഡ് പ്രോബിലിറ്റീസ്. അദ്ദേഹം അങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് എസ്റ്റിമേറ്റ്സ് ആൻഡ് പ്രോബിലിറ്റി. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിന് കറസ്പോണ്ട് ചെയ്യുന്ന ഡെഫിനിഷനാണ് ബോഡിംഗ്ടന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ പല സ്റ്റാറ്റിസ്റ്റിഷ്യന്മാർ ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷൻ ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. ഈ ബോഡിംഗ്ടൺ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ് ഞാൻ അവിടെ കോട്ട് ചെയ്യുന്നുള്ളത്. അത് കാര്യമാക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാറ്റിക്സിന്റെ ഡെഫിനിഷൻ. അപ്പൊ സ്റ്റാറ്റിക്സിൽ ഇത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്സിന് പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എന്നും സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്നും ഡിഫൈൻ ചെയ്യാം. പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എന്നും സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്നും ഡിഫൈൻ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഒരു ഡെഫിനിഷനകത്ത് വരുന്ന നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ഡേറ്റ എന്ന് പറയുന്നതാണ്. ഡേറ്റ നമ്മൾ മലയാളത്തിലും അതേ വേർഡ് തന്നെ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ടെക്നിക്കൽ വേർഡ്സ് മലയാളീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. മലയാളത്തിൽ അതുപോലെ എഴുതാനായിട്ട് എക്സാക്ട് വേർഡ്സ് മലയാളത്തിൽ കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ വേർഡുകൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ വേർഡ്സ് എല്ലാം മലയാളത്തിൽ തന്നെ എഴുതി തരിക എന്നുള്ളതാണ്. അതാണ് അതിനകത്തൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡാറ്റ തന്നെയായിരിക്കും. അപ്പോ ഡേറ്റ എന്ന് പറഞ്ഞാൽ കളക്റ്റഡ് ന്യൂമറിക്കൽ ഒബ്സർവേഷനെയാണ് കളക്റ്റഡ് ന്യൂമറിക്കൽ ഒബ്സർവേഷൻസ്, അതിനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഒബ്സർവേഷൻ നമുക്ക് വിവരങ്ങളെന്ന് പറയാം. മലയാളത്തിൽ വിവരങ്ങൾ എന്നുള്ള രൂപത്തിൽ ചോദിക്കും. ഒബ്സർവേഷന് വിവരങ്ങൾ. ഇപ്പൊ സ്റ്റാറ്റിക്സിൽ ഡേറ്റ രേഖപ്പെടുത്തുന്നത് ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടാണ്. അപ്പൊ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് രേഖപ്പെടുത്താൻ പറ്റാത്ത സംഗതികൾ സ്റ്റാറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് സ്റ്റാറ്റിക്സിന്റെ ഒരു ലിമിറ്റേഷൻ വരുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പം ഒരു സ്കൂൾ, അപ്പോൾ നമുക്കൊരു സ്കൂളിലെ കുട്ടികളെ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആണ് വരുന്നത്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ന്യൂമറിക്കലായിട്ട് ഒബ്സർവേഷൻ അതിൽ നിന്ന് എടുക്കാൻ പറ്റൂല. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആക്കി മാറ്റാനുള്ള മാർഗങ്ങൾ അപ്ലൈ ചെയ്യും. അപ്പോഴാണ് മാർക്ക് നോക്കുക, അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുക. ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആക്കുന്നത്, അല്ലെങ്കിൽ ന്യൂമറിക്കലി ആ ഡേറ്റ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അതിന്റെ ഫർദർ അനാലിസിസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ന്യൂമറിക്കലി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡേറ്റയിൽ ഉൾപ്പെടുത്തുന്നത്. വിവരങ്ങളാണ് അവിടെ വരുന്നത്. ഇൻഫർമേഷൻ എന്നും പറയും, വിവരങ്ങളെന്നും പറയാം, അതിൽ ഒബ്സർവേഷൻ പറയാം. അങ്ങനെ കളക്റ്റഡ് ന്യൂമറിക്കൽ ഇൻഫർമേഷനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റയിൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള ഡാറ്റയാണുള്ളത്. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. പ്രൈമറി ഡാറ്റയ്ക്ക് പ്രാഥമിക ഡാറ്റ എന്നൊന്നും പറയത്തില്ല, പ്രൈമറി ഡാറ്റ എന്ന് തന്നെ പറഞ്ഞാൽ മതി. സെക്കൻഡറി ഡാറ്റയ്ക്ക് സെക്കൻഡറി ഡാറ്റ എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ വഴി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ കളക്റ്റഡ് ബൈ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളിനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയും. ഇൻവെസ്റ്റിഗേഷന് കറസ്പോണ്ട് ആയിട്ട് വരുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളിന് പറയുന്ന പേരാണ് ഇൻവെസ്റ്റിഗേറ്റർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ. അത് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ വഴി കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്നുവെച്ചാൽ ആ നേരിട്ട് പോവുക എന്ന് മാത്രം, ഫേസ് ടു ഫേസ് പോയി സംസാരിച്ച് കളക്ട് ചെയ്യാന്ന് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തന്നെ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രൂപത്തിലാണ് അവിടെ വരുന്നത്. അതാണ് നമ്മളെ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ വഴി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ഷൻ ഇപ്പം
പ്രിപ്പറേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്, അവിടെ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ വഴി തന്നെ ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ വഴി കളക്ട് ചെയ്യുന്ന പല ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരുന്ന പല ആവശ്യങ്ങളും വരും. മനസ്സിലാകുന്നുണ്ടല്ലോ? സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് മറ്റൊരാൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ മറ്റൊരാൾ കൈവശമുള്ള ഡേറ്റ നമുക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോഴാണത് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരാൾ കളക്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അത് സെക്കൻഡറി ഡേറ്റ ആയിട്ട് മാറുന്നത്. സെക്കൻഡറി ഡേറ്റ. അപ്പൊ സെക്കൻഡറി ഡേറ്റയ്ക്ക് എക്സാമ്പിൾ, അതായത് സെക്കൻഡറി ഡേറ്റയുടെ സോഴ്സസ്, പ്രധാനമായിട്ടും സോഴ്സസ് പറയുന്നത് നമ്മളെ ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്, ഗവൺമെന്റ് പ്രസിദ്ധീകരണങ്ങൾ, സെൻട്രൽ ഗവൺമെന്റ് ഗസറ്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഗസറ്റ്, അതിനകത്ത് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റകൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്ന സെൻസസ് റിപ്പോർട്ട്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സെക്കൻഡറി ഡേറ്റ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റിസർച്ച് ജേണൽസിലെ പബ്ലിക്കേഷൻസ്, റിസർച്ച് ജേണൽസ്, റിസർച്ച് പേപ്പേഴ്സ്, പബ്ലിഷ് ചെയ്യുന്ന റിസർച്ച് പേപ്പേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് ജേണൽസ്, കൂടാതെ റിപ്പോർട്ട് ഓഫ് എൻക്വയറി കമ്മീഷൻ, ഇതെല്ലാം സെക്കൻഡറി ഡേറ്റയുടെ സോഴ്സുകളാണ്. സെക്കൻഡറി ഡേറ്റ നമുക്ക് ലഭിക്കാൻ പറ്റുന്ന സോഴ്സുകളാണ്. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO, വേൾഡ് ഹോട്ടൽ ഓർഗനൈസേഷൻ, WHO എന്ന് തന്നെ പറയുന്നത്, ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തുടങ്ങിയ സംഘടനകൾ അവരുടെ പബ്ലിക്കേഷൻസ്, ഇവരുടെ പബ്ലിക്കേഷൻ, ഇതെല്ലാം സെക്കൻഡറി ഡേറ്റയുടെ സോഴ്സുകളാണ്. നമ്മൾ ചില സന്ദർഭങ്ങളിൽ പ്രൈമറി ഡേറ്റ തന്നെ ഉപയോഗിക്കേണ്ടി വരും, ചില സന്ദർഭങ്ങളിൽ നമുക്ക് സെക്കൻഡറി ഡേറ്റ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. പ്രൈമറി ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. സെക്കൻഡറി ഡേറ്റ ലെസ് കോസ്റ്റ്ലി ആണ്, അതുപോലെ ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ ആക്യുറസിയെ സംബന്ധിച്ചോളം ചില വിഷയങ്ങൾ വരും. മറ്റൊരാൾ കളക്ട് ചെയ്ത ഡേറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന്റെ ആക്യുറസി മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതെല്ലാം ഇതിന്റെ വേറൊരു സ്റ്റഡിയുടെ ഭാഗമാണ്. ഇവിടെ നമുക്ക് അതിൽ അധികം പ്രാധാന്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലോട്ട് കടക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ പ്രൈമറി ഡേറ്റ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഡേറ്റ എന്താണ്. ഡേറ്റ രണ്ട് രീതിയിലുണ്ട്, പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും. പ്രൈമറി ഡേറ്റയിൽ നമ്മൾ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ വഴിയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. സെക്കൻഡറി ഡേറ്റയിൽ മറ്റൊരാള് ഒരു പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്ത ഡേറ്റ നമുക്ക് ആവശ്യമുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. മറ്റൊരാൾ കളക്ട് ചെയ്ത ഡേറ്റ നമുക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യോഗ്യമാണെങ്കിൽ, അതിന് കമ്പാറ്റബിൾ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോഴാണ് അതിനെ സെക്കൻഡറി ഡേറ്റ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സെക്കൻഡറി ഡേറ്റ. ചില സന്ദർഭങ്ങളിൽ സെക്കൻഡറി ഡേറ്റ നമ്മൾ സ്വീകരിക്കേണ്ടി വരും, ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രൈമറി ഡേറ്റ തന്നെ ആവശ്യമായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസ് ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിനൊരു ഡയറക്ടർ ജനറൽ ഉണ്ട്. അതിനെ CSO എന്ന് പറയും, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അത് ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ നാഷണൽ സാമ്പിൾ സർവേ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നാഷണൽ സാമ്പിൾ സർവേ, NSS എന്നുള്ള പേര് അറിയപ്പെടും. അവരുടെയൊക്കെ പബ്ലിക്കേഷൻസും സെക്കൻഡറി ഡേറ്റ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ NSSO എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇവരുടെയൊക്കെ പബ്ലിക്കേഷൻസ് സെക്കൻഡറി ഡേറ്റ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഫുൾ ഫോമും അതുപോലെ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതും ഇത് ഏത് മിനിസ്റ്ററുടെ കീഴിലാണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ജനറൽ നോളജിലും ചോദിക്കാം, നമ്മുടെ അല്ലാത്ത സ്റ്റാറ്റിക്സിന്റെ പാർട്ടിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തതായിട്ട് പ്രൈമറി ഡേറ്റ കളക്ഷന്റെ മെത്തേഡിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈമറി ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ വഴിയാണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ്. അപ്പൊ ഇവിടെ രണ്ട് ടേം നമ്മൾ ഡിഫൈൻ ചെയ്യും. ഒന്ന് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ യൂണിറ്റുകളുടെയും കൂടെ കളക്ഷൻ, നമ്മൾ
ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ യൂണിറ്റുകളുടെയും കൂടെ കളക്ഷനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദ ആഗ്രിഗേറ്റ് ഓഫ് ആൾ യൂണിറ്റ്സ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. പോപ്പുലേഷന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, കളക്ഷൻ ഓഫ് ഡേറ്റയില് കളക്ഷൻ ഓഫ് പ്രൈമറി ഡേറ്റ, കളക്ഷൻ ഓഫ് പ്രൈമറി ഡേറ്റയില് ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ എന്താണ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആഗ്രിഗേറ്റ് ഓഫ് all units in a statistical investigation. Aggregate of all units in a statistical investigation ആണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്ന സമൂഹത്തിലെ മൊത്തം അംഗങ്ങളുടെയും കൂടെ കളക്ഷൻ അല്ലെങ്കിൽ ശേഖരം, അതിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ വിവരങ്ങൾ ശേഖരിക്കേണ്ട സമൂഹത്തിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് പോപ്പുലേഷൻ. ജനസംഖ്യ എന്നുള്ള മീനിങ്ങിലല്ല ഇവിടെ പോപ്പുലേഷൻ ഉപയോഗിക്കുന്നത്. ജനസംഖ്യ എന്നുള്ള മീനിങ്ങിലല്ല പോപ്പുലേഷൻ ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ എല്ലാ കേസിലും നമ്മൾ എല്ലാ യൂണിറ്റ്സിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാണ്. അതുകൊണ്ട് ചില കേസിൽ നമ്മൾ പോപ്പുലേഷന്റെ ഒരു റെപ്രസെന്റേറ്റീവ് പാർട്ടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. അങ്ങനെ അപ്പോൾ പോപ്പുലേഷനിലെ ഒരു റെപ്രസെന്റേറ്റീവ് പാർട്ടിനെ നമ്മൾ പരിഗണിക്കേണ്ടി വരും. ആ പോപ്പുലേഷനിലെ റെപ്രസെന്റേറ്റീവ് പാർട്ടിന് പറയുന്ന പേരാണ് സാമ്പിൾ. സാമ്പിൾ എന്നുള്ള പേരിൽ അറിയപ്പെടും. റെപ്രസെന്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ. റെപ്രസെന്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ സാമ്പിളിന് മലയാളം സാമ്പിൾ തന്നെ ഉപയോഗിച്ചാണ്. അതായി സാമ്പിൾ. പോപ്പുലേഷൻ തന്നെ ഉപയോഗിക്കാം. സാമ്പിളിന് നമ്മൾ സാമ്പിൾ തന്നെ ഉപയോഗിക്കാം. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ റെപ്രസെന്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷനാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. റെപ്രസെന്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ. ഇപ്പൊ എല്ലാ കേസിലും നമുക്ക് പോപ്പുലേഷന്റെ മൊത്തം ഡേറ്റയും കളക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എല്ലാ കേസിലും സാമ്പിൾ തന്നെ ഉപയോഗിക്കാനും പറ്റില്ല. അപ്പൊ ഇതിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് എന്യൂമറേഷൻ. എന്യൂമറേഷൻ വേർഡ് ഓർത്തിരിക്കണം. എന്യൂമറേഷന് ആ പ്രോസസ് കണ്ടക്ട് ചെയ്യുന്ന പേഴ്സൺ പറയുന്ന പേരാണ് എന്യൂമറേറ്റർ. പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റ്സിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേര്, അതിനെ നമ്മൾ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയും. ആ കംപ്ലീറ്റ് എന്യൂമറേഷൻ പറയുന്ന പേരാണ് സെൻസസ്. ദ പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ, അതിനെയാണ് നമ്മൾ സെൻസസ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ജനസംഖ്യാ കണക്കെടുപ്പ് എന്നുള്ള സെൻസസിൽ നിന്ന് വ്യത്യാസമാണ്. ജനസംഖ്യാ കണക്കെടുപ്പ് എന്നുള്ള രൂപത്തിൽ നമ്മൾ സെൻസസ് പറയാറുണ്ട്. ഓരോ 10 വർഷം കൂടുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെൻസസ് എടുക്കാറുണ്ട്. അതിനെ കനേഷുമാരി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കനേഷുമാരി, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് കനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? അതിനൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ഹെഡിന്റെ അണ്ടറിലാണ് നമ്മുടെ സെൻസസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ആ സെൻസസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ 10 വർഷം കൂടുമ്പോൾ സെൻസസ് നടത്തും. അങ്ങനെ 2011 ലാസ്റ്റ് സെൻസസ് നടന്നിട്ടുള്ളത്. അടുത്ത 2021 അടുത്ത സെൻസസ് വരും. ഫസ്റ്റ് സെൻസസ് നടക്കുന്നത് 1872 ഫസ്റ്റ് കംപ്ലീറ്റ് സെൻസസ് നടക്കുന്നത് 1881 1881 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. അന്നത്തെ വൈസ്രോയി ലോർഡ് മായോ ആയിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട്
ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫ്രീ ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് എന്ന് പറയുന്നത് 1951 ഫ്രീ ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് എന്ന് പറയുന്നത് 1951 അങ്ങനെ 2011 വരെ ഉള്ള സെൻസസ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. മൊത്തത്തില് 15 സെൻസസ് നടന്നിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്നത് 16ാമത്തെ സെൻസസ്. അതായത് 2021 നടക്കേണ്ട സെൻസസ് എന്ന് പറയുന്നത് 16ാമത്തെ സെൻസസ് ആണ്. 1948 സെൻസസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സെൻസസ് എല്ലാം നടക്കുന്നത്. 1948 സെൻസസ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ സെൻസസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്രീ ഇന്ത്യയിലെ സെൻസസ് എല്ലാം നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം ജനറൽ നോളജ് പാർട്ടാണ്. ഇത് നമ്മൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിന്റെ ഭാഗമായിട്ട് സെൻസസ് എന്നുള്ള വേർഡ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ജനസംഖ്യാ കണക്കെടുപ്പ് എന്നുള്ള സെൻസസ് വേറെ, ഇത് വേറെ. സ്റ്റാറ്റിസ്റ്റിക്സിലെ സെൻസസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളക്ട് ഇൻഫർമേഷൻ ഫ്രം ഈച്ച് ആൻഡ് എവരി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന മെത്തേഡ്, അതായത് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയും. കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ദി യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷനെയാണ് നമ്മൾ സെൻസസ് എന്നുള്ള ഒറ്റ വേർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. സെൻസസ്. അതുപോലെ പോപ്പുലേഷന്റെ എല്ലാ യൂണിറ്റിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന കേസിൽ നമ്മൾ സാമ്പിളിനെ റെപ്രസെന്റേറ്റീവ് പാർട്ടിയിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞതാണ്, പോപ്പുലേഷന്റെ എല്ലാ യൂണിറ്റിൽ നിന്ന് നമുക്ക് എപ്പോഴും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു ടയർ മാനുഫാക്ചറിങ് ഫാക്ടറി ആണെങ്കിൽ ആ മാനുഫാക്ചറിങ് ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടയറെല്ലാം അവർ തന്നെ ഓടിച്ച് നോക്കിയിട്ട് അതിന്റെ ലെങ്ത് ഓഫ് ലൈഫ് ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടയറിൽ, ഇപ്പോൾ കാർ ടയർ ആണെങ്കിൽ കാർ ടയറിൽ ഒരു റെപ്രസെന്റേറ്റീവ് പാർട്ടിനെ അവർ സെലക്ട് ചെയ്യും. ആ റെപ്രസെന്റേറ്റീവ് പാർട്ടായിട്ട് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ടയേഴ്സ് അവർ ഉപയോഗിക്കും. അവരുടെ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ലൈഫ് അവർ പരിശോധിക്കും. അത് പരിശോധിച്ചിട്ടാണ് അവർ പറയുന്നത് ഈ മാർക്കറ്റിലേക്ക് ഇത് കൊടുക്കുന്നത്. നിങ്ങൾ ഈ ടയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് 1,00,000 കിലോമീറ്റർ ലൈഫ് കിട്ടും. 1,00,000 കിലോമീറ്റർ ലൈഫ് കിട്ടും. അത് റോഡിന്റെ ഐഡിയൽ കണ്ടീഷൻ കാര്യങ്ങളും എല്ലാം പരിഗണിച്ചിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു ക്ലെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് റെപ്രസെന്റേറ്റീവ് പാർട്ടാണ്. അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്ന ആ കമ്പനിയിലെ മൊത്തം പ്രൊഡക്ഷൻ ആയിരിക്കും. ആ മൊത്തം പ്രൊഡക്ഷനും എടുത്ത് അവർക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ സാമ്പിൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സാമ്പിളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് സാമ്പിളിംഗ് എന്ന് പറയും. സാമ്പിളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന മെത്തേഡിന് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയും. പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന മെത്തേഡിനെ സെൻസസ് എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടല്ലോ? സാമ്പിളിംഗ് എന്ന് പറയും. മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ദ സാമ്പിൾ. മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ദ സാമ്പിളിനാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ചില കേസിൽ സെൻസസ് തന്നെ നടത്തേണ്ടി വരും. കാരണം ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഒരു സെൻസസ് മെത്തേഡാണ്. അപ്പോൾ ആ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറയുന്ന ആ കനേഷുമാരിയിൽ ഈച്ച് ആൻഡ് എവരി യൂണിറ്റിന് പോയിട്ട് തന്നെ ബന്ധപ്പെട്ട് തന്നെ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. അത് സെൻസസ് മെത്തേഡ് തന്നെയാണ്, സെൻസസ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിസിൻ, ഒരു മരുന്ന് കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന മെഡിസിനെ പരിശോധിച്ച് നോക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് മരുന്ന് കമ്പനികൾ നമ്മുടെ ലോകത്ത് പല ഭാഗത്തായിട്ട് നോവൽ കൊറോണ വൈറസിനെതിരെയുള്ള മെഡിസിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് ഡെവലപ്പ് ചെയ്യുന്ന മെഡിസിൻ പല രീതിയിൽ പരീക്ഷിക്കും. ആ പരീക്ഷിക്കാനായിട്ട് എടുക്കുന്ന എല്ലാം സാമ്പിൾസ് ആണ്. അപ്പൊ അങ്ങനെ അവരെടുക്കുന്ന സാമ്പിൾസ് പല പേഷ്യൻസിനെ പരിശോധിച്ചും അല്ലെ ഇത് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഔട്ട്പുട്ട് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ അവിടെ എല്ലാ ആൾക്കാരിലും പ്രയോഗിക്കാനായിട്ടാണ് മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിലും മെഡിസിൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ നമ്പറിൽ മാത്രമാണ്. അവിടുന്നാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ റെപ്രസെന്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ആയിട്ടാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ അവിടെ സാമ്പിളിംഗ് മാത്രമേ നടക്കത്തുള്ളൂ. അവിടെ സെൻസസ് മെത്തേഡ് അല്ല അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് സെൻസസും സാമ്പിളിംഗും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ വഴി ഡേറ്റ കളക്ട് ചെയ്യും. അതായത് എന്യൂമറേറ്ററെ വീട്ടുകളിലേക്ക് വിട്ടിട്ട് ഡേറ്റ കളക്ട് ചെയ്യും. സെൻസസ് മെത്തേഡിൽ, സാമ്പിളിംഗ് മെത്തേഡിലും അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ തന്നെ ക്വസ്റ്റനെയർ, അതുപോലെ ഇപ്പൊ ഇമെയിൽ വഴി അങ്ങനെയുള്ള ലെവലിലൊക്കെ ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട്. ഇമെയിൽ ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഡേറ്റ. അതുപോലെ പണ്ട് ഇമെയിലൊക്കെ വരുന്നതിന് മുമ്പ് ക്വസ്റ്റനെയർ ആണ്, ചോദ്യാവലി എന്നുള്ള സംവിധാനം വഴിയായിരുന്നു ക്വസ്റ്റനെയർ ചോദ്യാവലി എന്ന് പറയാം. ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്തിട്ട് മീൻസ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റനെയർ എന്ന് പറയുന്നത്. ക്വസ്റ്റനെയർ വഴി ഇൻഫർമേഷൻ കളക്ട് ചെയ്യും.
ഇമെയിൽ വഴി ഇപ്പോൾ ഇൻഫർമേഷൻ കളയാം. ഇമെയിൽ വഴി ആയാലും ഈ ക്വസ്റ്റനെയർ ആണ് അയച്ചു, ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. ക്വസ്റ്റനെയർ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കും, ക്വസ്റ്റനെയർ ഡയറക്റ്റ് പേഴ്സൺ വഴി എന്യൂമറേറ്റർ വഴി മാറി കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്, അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഈ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ അല്ല, അതുകൊണ്ട് അതിനെ നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻസസ് എന്താണ്, സാമ്പിളിംഗ് എന്താണ്. സെൻസസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ഈച്ച് ആൻഡ് എവരി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ, അതിനെ നമ്മൾ സെൻസസ് എന്ന് പറയും. ആൻഡ് ദ മെത്തേഡ് ഓഫ് ഓർ ദി പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ദ സാമ്പിൾ ഈസ് കാൾഡ് സാമ്പിളിംഗ്. സാമ്പിളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന മെത്തേഡിനാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി സാമ്പിളിങ്ങിനകത്ത് പ്രധാനമായിട്ടും പോപ്പുലേഷന്റെ നേച്ചർ അനുസരിച്ച് സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഇപ്പോൾ ചെറിയ പോപ്പുലേഷൻ ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതായത് പോപ്പുലേഷനിലെ നമ്പർ ഓഫ് യൂണിറ്റ്സിന്റെ അത് ലിമിറ്റഡ് ആണെങ്കിൽ അവിടെ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കാം. അതായത് സാമ്പിളിംഗ് പല രീതിയിലുണ്ട്. സിമ്പിൾ റാൻഡം ഡിഫറെന്റ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. അതിൽ ഒന്നാമത്തതാണ്, അത് രണ്ട് രീതിയിൽ അതിനെ തിരിക്കും. ഒന്നാമത് റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും. രണ്ടാമതാണ് റാൻഡം സാമ്പിളിംഗ്. നോൺ റാൻഡം സാമ്പിളിംഗിന്റെ എക്സാമ്പിൾ ആണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയും. POSIV, പർപ്പസീവ് സാമ്പിളിംഗ്. ചില കേസിൽ നോൺ റാൻഡം സാമ്പിളിംഗ് ചെയ്യേണ്ടി വരും. ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന് അല്ലെങ്കിൽ പർട്ടിക്കുലർ യൂണിറ്റിന് നമുക്ക് ഒരു സാമ്പിൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നോൺ റാൻഡം സാമ്പിളിംഗ് ചെയ്യേണ്ടി വരും. ഒരു ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ ആണ് അവിടെ വരുന്നതെങ്കിൽ അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലേയേഴ്സ് വരും. അപ്പോൾ അതിൽ ഇപ്പോൾ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുക, അത് ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് സെലക്ട് ചെയ്യുന്ന ആ പേഴ്സൺ, അതായത് സാമ്പിളിംഗ് നടത്തുന്ന പേഴ്സണെ സാമ്പിളർ എന്നും ഉള്ള ഒരു ടെക്നിക്ക് ഇവിടെ അറിയാവുന്നത്. സാമ്പിളർ സാമ്പിളറുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പർപ്പസീവ് സാമ്പിളിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് സാമ്പിളറുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പർപ്പസീവ് സാമ്പിളിംഗ് ചെയ്യുന്നത്. അത് നോൺ റാൻഡം സാമ്പിളിങ്ങിന് ഈ കാര്യം മാത്രമേ നമ്മൾ പറയാം. ഇത് കൂടുതൽ പറയാനുണ്ട്, പക്ഷേ ഇതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ അത് വിടുകയാണ്. അതേപോലെ റാൻഡം സാമ്പിളിങ്ങിലോട്ട് വരുമ്പോൾ റാൻഡം സാമ്പിളിംഗ് വരുമ്പോൾ അതിനെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കും. അതിൽ ഒന്നാമത്തത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, രണ്ട് പർപ്പസീവ് സാമ്പിളിംഗ്, രണ്ട് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. മൂന്ന് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇതാണ് റാൻഡം സാമ്പിളിംഗ് പ്രധാനപ്പെട്ട സാമ്പിളിംഗ് ആയിട്ട് അറിയപ്പെടുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷന്റെ സൈസ് ചെറുതാണെങ്കിൽ, അതുപോലെ അതിനകത്തുള്ള യൂണിറ്റ്സിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ അതിനകത്ത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണ്. ഒന്ന് റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ് വഴി യൂണിറ്റ്സിനെ സെലക്ട് ചെയ്യും, അതുപോലെ തന്നെ ലോട്ടറി മെത്തേഡ് വഴിയും യൂണിറ്റിനെ സെലക്ട് ചെയ്യും. ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ 100 ഐറ്റങ്ങളാണുള്ളെങ്കിൽ
ആ 100 ഐറ്റത്തിനെയും കണക്ട് ചെയ്യുന്നുണ്ടുള്ള നമ്പർ നമ്മൾ ഒരു പേപ്പറിലിട്ട് ഫോൾഡ് ചെയ്ത് അതിനെ ഒരു മിക്സ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റാൻഡം നമ്പർ ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ റാൻഡം നമ്പർ ടേബിൾ എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്, അതിൽ നിന്നൊരു നമ്പേഴ്സ് സെലക്ട് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. ആ രൂപത്തിൽ സെലക്ട് ചെയ്യുന്നതാണ് റാൻഡം നമ്പർ ടേബിൾ മെത്തേഡ്. അത് രണ്ടും സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള വരുന്നതാണ്. അതായത് ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ ടേബിൾ മെത്തേഡും ഇത് രണ്ടും സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സിന്റെ ഗ്രൂപ്പായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ പോപ്പുലേഷനിലെ യൂണിറ്റ്സിന്റെ നേച്ചർ ഹെറ്ററോജീനിയസ് ആണെങ്കിൽ, അതായത് ഒരേ രീതിയിലല്ലെങ്കിൽ, ഉദാഹരണത്തിന് ഒരു സ്കൂളിലെ കുട്ടികളുടെ ഹെൽത്തിനെ പറ്റിയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടികളുടെ ഇന്റലിജൻസിനെ പറ്റിയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ, അവിടെ ആ സ്കൂളിൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ ഉണ്ടെങ്കിൽ അതിന് എല്ലാ കുട്ടികളെയും നമ്മൾ ഒരുപോലെ പരിഗണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി എങ്ങനെ ഉള്ള രൂപത്തിൽ തരംതിരിക്കും. അങ്ങനെ തരംതിരിച്ചുകൊണ്ട് അതിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ പർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. ഓരോ ഗ്രൂപ്പിൽ നിന്നും പർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ, ഇപ്പോൾ 1000 കുട്ടികളുള്ള ഒരു സ്കൂളാണെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ഒരു 50 കുട്ടികളെ വീതം സെലക്ട് ചെയ്താൽ അവിടെ 4 ഗ്രൂപ്പാണ്. പ്രൈമറി ഒരു ഗ്രൂപ്പ്, അപ്പർ പ്രൈമറി അടുത്ത ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഹൈസ്കൂൾ 3ാമത്തെ ഗ്രൂപ്പ്, ഹയർ സെക്കൻഡറി 4ാമത്തെ ഗ്രൂപ്പ്. 4 ഗ്രൂപ്പിൽ നിന്ന് 50 പേരെ വീതം സെലക്ട് ചെയ്യുമ്പോൾ 200 പേരുടെ ഒരു സാമ്പിൾ നമുക്ക് എടുക്കാം. ആ രൂപത്തിൽ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സബ് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്ട്രാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ സ്ട്രാറ്റമായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം, അതായത് ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ് ആണെങ്കിൽ, അതായത് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന, ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ വരുന്ന ഗ്രൂപ്പായിട്ടാണ് പോപ്പുലേഷൻ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ പല പല യൂണിറ്റുകളായിട്ട് തിരിക്കും. ആ തിരിക്കുന്ന ഓരോ യൂണിറ്റും നമ്മൾ പറയുന്ന പേരാണ് സ്ട്രാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സാമ്പിളിങ്ങിനെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അങ്ങനെ തിരിക്കുന്ന ഓരോ സ്ട്രാറ്റത്തിൽ നിന്നും നമ്മൾ പിന്നെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ ഐറ്റംസ് സെലക്ട് ചെയ്യും. അങ്ങനെയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ ഐറ്റംസ് സെലക്ട് ചെയ്തത്. മനസ്സിലാവുന്നുള്ളൂ? അതിനെയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. 3ാമത്തെ സാമ്പിളിംഗ് ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഇപ്പം 100 ഐറ്റം പോപ്പുലേഷനകത്തുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് നമുക്ക് വേണ്ടുന്നത് 10 ഐറ്റത്തിന്റെ ഒരു സാമ്പിൾ ആണെങ്കിൽ, അപ്പൊ 100/10 എന്നുള്ളത് നമ്പർ 10 ആയിരിക്കും. അപ്പൊ 1നും 10നും ഇടയ്ക്കുള്ള ഒരു നമ്പർ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. 1നും 10നും ഇടയ്ക്കുള്ള നമ്പർ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട്, ആ ഉദാഹരണത്തിന് നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ 3 ആണെങ്കിൽ നമ്മൾ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 10 ആണ്. ആ 3ന്റെ കൂടെ 10 വീതം കൂട്ടി പോകും. അതായത് ഒന്നാമത്തെ ഒബ്സർവേഷൻ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന്, അതായത് ആ 1നും 10നും ഇടയ്ക്കുള്ള ഒരു നമ്പർ റാൻഡം സെലക്ഷൻ നടത്തും. അതിനുശേഷം പിന്നെ 10 കൂട്ടി പോകും. അപ്പോൾ 3ാമത്തെ നമ്പറാണ് നമ്മൾ റാൻഡം സെലക്ഷൻ കിട്ടിയെങ്കിൽ 3ന്റെ കൂടെ 10 കൂട്ടുമ്പോൾ 13 ആവും. അടുത്ത 23, 33, 43 അങ്ങനെയുള്ള വരുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യും. അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ 3 രീതിയിലുള്ള സാമ്പിളിംഗ് ആണ് നമ്മൾ ഇവിടെ റാൻഡം സാമ്പിളിംഗിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ? ഈ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇത് ആൻസർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കണം. അത് കൂടാതെ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് റഫറൻസ് നടത്തിയിട്ട് ഇതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. ഹാർഡ് വർക്കിംഗ് നടത്തിയെങ്കിൽ മാത്രമേ മുന്നിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യണം. അപ്പോൾ ഈ കിട്ടുന്ന മാത്രമല്ല, ഇതിനെ ബേസ് ചെയ്തിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ കളക്ട് ചെയ്യുക. അപ്പം അതിനകത്ത് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തുടർന്നുള്ള ക്ലാസ്സുകളിൽ പരിഹരിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൈസ്ക്വയർ ടെസ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചതാരും? കൈസ്ക്വയർ ടെസ്റ്റ് ആദ്യമായി അവതരിപ്പിച്ച സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആരെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൈസ്ക്വയർ ടെസ്റ്റ് ആദ്യമായി അവതരിപ്പിച്ച സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആരാണെന്നുള്ളതാണ്. കോൾമോഗ്രോവ്, കിൻജിൻ, ബേസ്, കാൾ പിയേഴ്സൺ, 4 പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കൈസ്ക്വയർ ടെസ്റ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കാൾ പിയേഴ്സൺ ആണ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്
മുൻ വർഷങ്ങളിലുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്ന് പറയുന്ന R.A. ഫിഷർ, റൊണാൾഡ് A. ഫിഷർ എന്നുള്ള മുഴുവൻ പേര് റൊണാൾഡ് A. ഫിഷർ. സർ റൊണാൾഡ് A. ഫിഷർ ആണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരെന്ന് പറയുന്നത്. സർ റൊണാൾഡ് A. ഫിഷർ. അദ്ദേഹമാണ് ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നുള്ള പേര് ചോദ്യം വന്നാലും ഇദ്ദേഹത്തിന്റെ പേര് തന്നെ എഴുതണം. അതായത് എല്ലാ വേറെ പേരുകളില്ല. അതുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്ന് പറഞ്ഞത്. ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവായിട്ടാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അനാലിസിസ് ഓഫ് വേരിയൻസ് ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? അനാലിസിസ് ഓഫ് വേരിയൻസും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ തിയറിയും അതുപോലെ പോയിന്റ് എസ്റ്റിമേഷൻ, ഇന്റർവൽ എസ്റ്റിമേഷൻ തിയറി എല്ലാം R.A. ഫിഷറുടെ പേരിലാണ് അറിയപ്പെടുന്നത്. R.A. ഫിഷറുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത പ്ലൂറൽ സെൻസിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നിർവചനം. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. അതുപോലെ സിംഗുലർ സെൻസിലെ സ്റ്റാറ്റിക്സിന്റെ നിർവചനമാകുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആവും. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആവും. അതുപോലെ പ്രൈമറി ഡേറ്റയ്ക്ക് ഉദാഹരണമായിട്ട് വരുന്നത് പാർലമെന്റ് ഇലക്ഷന് വേണ്ടി തയ്യാറാക്കിയ വോട്ടർ പട്ടിക, അത് പ്രൈമറി ഡേറ്റയാണ്. അതുപോലെ തന്നെ 2011 സെൻസസ് റിപ്പോർട്ട്, അത് പ്രൈമറി ഡേറ്റയാണ്. ILO പ്രസിദ്ധീകരിക്കുന്നത് സെക്കൻഡറി ഡേറ്റയിലേക്കാണ് വരുന്നത്. അപ്പൊ എയും ബിയും അതിന്റെ ആൻസർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് നോക്കാം. 15 ക്വസ്റ്റ്യൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ, ചൂടെ പറയുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് ധനകാര്യ വകുപ്പിന്റെ കീഴിൽ വരുന്നത് ഏതാണ് എന്നുള്ളതാണ്. അത് ഇവിടെ NSS ആണ് ധനകാര്യ വകുപ്പിന്റെ കീഴിൽ വരുന്നത്. NSS എന്ന് പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ എന്നുള്ളതാണ്. NSSO വേറെയാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതില് നമ്മൾ ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ കളക്ഷൻ, അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, അതുപോലെ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡേറ്റയിൽ പോപ്പുലേഷൻ, സാമ്പിൾ, പോപ്പുലേഷൻ ഡേറ്റ കളക്ട് ചെയ്യുന്ന സെൻസസ്, സാമ്പിളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്ന സാമ്പിളിംഗ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സെക്ഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.